ഹായ് ഗായ്സ്, ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞാനും അച്ഛനും കൂടെ ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴി കൊച്ചുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു സ്പെഷ്യൽ എന്താ വെച്ചാൽ ഉണ്ടാക്കുന്നത് കുഴിമന്തി. അതെ അതെ, മന്തി. ഇത് ആക്ച്വലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മന്തി ആവുന്ന എനിക്ക് അറിയില്ല. ലാസ്റ്റ് നമ്മൾ മന്തി ഉണ്ടാക്കിയിട്ട് ഇത് കുഴിച്ചു മൂടുമ്പോഴത്തേക്ക് അത് കുഴിമന്തിയാവും. എനിക്ക് അതെങ്ങനെയാണെന്ന് അറിയില്ല. അവള് കഴിഞ്ഞ ഞായറാഴ്ച ഞാനില്ലായിരുന്നു. എപ്പോഴാണ് നമ്മൾ രണ്ടുപേരും ഇല്ല അല്ലേ? നമ്മൾ രണ്ടുപേരും ഇല്ലാന്ന സമയത്ത് കൊച്ചുമോളൊരു കുഴിമന്തി അല്ലേ, ഒരു കുഴിമന്തി ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നിങ്ങനെ അമ്മച്ചി പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എഗെയിൻ ഞങ്ങൾ ആ കഴിക്കാത്ത കുഴിമന്തി, അതെ, അപ്പൊ ആ കുഴിമന്തി ഇന്ന് കൊച്ചുമോള് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഓൾറെഡി പണി തുടങ്ങി അല്ലേ? മറ്റേ അരി ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വന്നു. ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് അമ്മച്ചി ചിക്കനൊക്കെ അപ്പം എന്തായാലും ഇത്ര ഭയങ്കര വലിയ പീസ് ആയതുകൊണ്ട് ഞങ്ങളത് ഒന്നുകൂടെ ചെറുതാക്കി. എന്തായാലും ഇവിടെ മന്തി എന്തായാലും കൊച്ചുമോൾ ഇന്ന് ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ അമ്മച്ചിക്കും കൊച്ചുമോളും മാത്രമാണ് കഴിഞ്ഞ ആഴ്ച മന്തി കഴിച്ചത് അല്ലേ? ഞങ്ങൾ കഴിച്ചിട്ടില്ല. അല്ല നീ കഴിച്ചിട്ടില്ലല്ലേ? അല്ലെന്ന് നീ കഴിച്ചിട്ടില്ലല്ലോ, മുന്നേ ഉണ്ടാക്കിയിട്ട്. ബിരിയാണി എന്തോ കഴിച്ചിട്ടുണ്ടെന്ന്. മന്തി കഴിച്ചിട്ടുണ്ടോ? എനിക്ക് തന്നിട്ടില്ല. അതെ, മലപ്പുറം ചെയ്ത് കൊടുത്തിട്ടില്ല. രുചി പിടിച്ചാൽ എപ്പോഴും ഉണ്ടാക്കാൻ പറഞ്ഞാലോ മേടന്ന് അഴക്കം കഴിച്ചിട്ടിരിക്കും. അതെ, ചേട്ടായിയാണപ്പോ ദിവസം ഇവിടെ വെള്ളം ഒഴിക്കുന്നത്. അമ്മ എന്നാണ് ആളെ കണ്ടുപിടിച്ചത്. അതെ, അല്ല ഞാൻ വൈകിട്ട് വരുമ്പോ തുണി നനഞ്ഞു കിടക്കുന്ന കാണും. ഇപ്പഴാ മനസ്സിലായി ചേട്ടായിരുന്നു. ഇപ്പഴാ വീട്ടിലായിരുന്നു. ആരായിരുന്നു? നീ വീട്ടിൽ എന്ത് വെള്ളം കണ്ടാലും അച്ഛനെ പിടിച്ചാൽ മതി കേട്ടോ. അതെ, മര്യാദ കിടത്താൻ വീഴത്തില്ല. ഇപ്പൊ പറയാ കൊറേ എക്സ്ക്യൂസ് പറയുവേ. ഒരു ദൈവമേ, അല്ല അച്ഛൻ എന്നും അവിടുന്ന് 2 നേരം അപ്പം അച്ഛനായി തന്നെയാവും. ഞങ്ങളാരും അവിടെ വെള്ളം എടുക്കാൻ പോകത്തില്ല. അതെ, ഞാൻ എടുക്കത്തില്ല. ഞങ്ങളെല്ലാം തിളപ്പിച്ചറിയ വെള്ളം കുടിക്കുന്നത്. അല്ലല്ല, ഞങ്ങൾ തിളപ്പിച്ചറിയ വെള്ളം തന്നെ എടുക്കുന്നത്. ചേട്ടായി മാത്രമുള്ള വെള്ളം എടുക്കത്തുള്ളൂ. ഇവിടുന്ന് ഒളിച്ചെടുക്കുന്ന അമ്മനെ കിട്ടി. അതെ, ഞങ്ങൾക്ക് ലൈറ്റ് കൊള്ളത്തില്ലാത്തോണ്ട് പറഞ്ഞാലേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അമ്മേനെ കിട്ടിയത് ഇത്ര നേരം അമ്മ ഒളിച്ചെടുക്കുമായിരുന്നു. വെള്ളം എടുക്കാൻ കുളിച്ചിട്ട് സാരി എടുത്ത് എന്നിട്ട് ഇനിയിപ്പോ മേക്കപ്പും കഴിഞ്ഞ് മിനി സാരി. ചന്ദ്രമഴ ഊർമിള ഫുൾ മേക്കപ്പില്. അതെ, അമ്മ അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഇല്ല. കാരണം എന്നാ, പട്ടുസാരി ഉടുത്ത് ഓർണമെന്റ്സ് ഇട്ട്. അതെ, അതുകൊണ്ട് അമ്മ അങ്ങനെ വരാറുള്ളൂ. നന്നായിട്ട് അടഞ്ഞില്ലേ സൈഡ്? തെറിച്ചു പോകും. ഞാൻ ചിക്കൻ കുത്തുവാണ്. ചിക്കനെ കുത്തി നോക്കുകയാണ്. അതെ, അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ കഴുകി അരിക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മാഗി ക്യൂബ്, അല്ല ചിക്കൻ കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ രണ്ടായിട്ടാ വെക്കുന്നത്. പിന്നെ നമ്മള് കുരുമുളക്, ഏലക്കയുടെ ഇത് പൊട്ടിച്ച് തുമ്പൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. എത്ര ഇട്ടു? ഒരെണ്ണത്തിൽ 4-5 കണ്ടിട്ടുണ്ടാക്കുന്നവരുണ്ടായിക്കോട്ടെ. അതെ, ഇരിക്കട്ടെ. 5. പിന്നെ പട്ട തീർന്നു. ആക്ച്വലി അല്ല, പട്ട ഇരിപ്പുണ്ട്. ഞാൻ അന്ന് പെട്ടി നിറച്ച് വെക്കാൻ ഞാൻ ഉണ്ടോ? അന്ന് നല്ല ഒന്നിച്ചില്ല മഞ്ചോണ്ട്. ഒരു 2 കഷ്ണം വേണോ? ഇനി വേണോ? ഇല്ല, നമുക്ക് മറ്റേ എടുക്കാം. തൽക്കാലം ഇത് മതി. ഒരു 3-4 കഷ്ണം പട്ട. ഇനി ഒരു 4-5 ഗ്രാമ്പു. പിന്നെ കുറച്ച്, എനിക്കങ്ങനെ അളവൊന്നും അറിയത്തില്ല, നമുക്ക് തോന്നുന്ന കൈ കിട്ടുന്ന അളവ്. ഒരു കുറച്ച് ജീരകം, കുറച്ച് ജീരകം, ഇച്ചിരി ജീരകം. ഇനി നമ്മൾ പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾ പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ടേ. ഒരു ലേശം, ഇത്തിരി മതി. ഇപ്പൊ കളർ എടുത്തില്ലേ? ഇടും. മഞ്ഞൾ പൊടി, ഒരു ശകലം, ഓൾറെഡി മാഗി ക്യൂബ് ഉള്ളതുകൊണ്ട് ഒരുപാട് വേണ്ട. ലേശം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ലേശം ഉപ്പും കൂടി ഇടുന്നുണ്ടേ. ഉപ്പെടുത്ത
ലേശം കുരുമുളക് പൊടി. ഉപ്പ് എനിക്ക് കഴിക്കണം, ഉപ്പ് എനിക്ക് അറിയത്തില്ല. അല്ലാതെ ഉപ്പിട്ട് കഴിച്ചാൽ അല്ലേ ലാസ്റ്റ്. പിന്നെ നമ്മൾ ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തിരിക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഫുഡ് കളർ എത്താൻ നല്ല നമ്മൾ ശകലം ചേർക്കുന്നുള്ളു. നിൽക്കുന്ന വളർന്നു നിൽക്കുന്ന മരം അവക്കാഡോ മരമാണോ? ഇത് ആക്ച്വലി നമ്മൾ വീട്ടിൽ വാങ്ങിച്ച അവക്കാഡോയുടെ കുരു ചേച്ചി എടുത്ത് കിളിപ്പിച്ച് വെച്ച് എപ്പോഴും പറയും ഞാൻ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയി, ഇവിടെ നമ്മുടെ വെള്ളം നിൽക്കുക പുറകിൽ, അപ്പൊ നമുക്ക് ഇവിടെ കിളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചേച്ചി അവിടെ കുഴപ്പമില്ലല്ലോ, അപ്പൊ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് മരമായി ചേച്ചി നോക്കി, ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്റെ അത്ര ആവും. അടുത്ത വരവിന് കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ പിടിച്ചു. അതെ, നമുക്കിവിടെ വേണമെങ്കിൽ കിളിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ചിക്കൻ ഇടാം. ചിക്കൻ നമ്മൾ രണ്ടായിട്ടാണ് വയ്ക്കുന്നത്, കാരണം കുക്കറിന്റെ വലിപ്പം ചെറുതായതുകൊണ്ട് കുക്കറും കൂടെ അപ്പുറത്തുനിന്ന് വാങ്ങിച്ചു നമ്മൾ. എന്നിട്ടേ എത്ര പീസ് ഉണ്ടായിരുന്നത്? 4 4 മുറിച്ച് വന്നേ. അപ്പൊ പിന്നെ 8 ഒന്നുകൂടെ ചെറുതാക്കിയായിരുന്നു. 3 4 ഞങ്ങളുടെ ഊർമിളാദേവി ഇപ്പുറത്തുണ്ട്. അതെ, ഞങ്ങള് ഇന്നലെ അതിൽ നിൽക്കാറില്ല, വീഡിയോ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ കേക്ക് പോലും കഴിക്കാം. അത് ഇപ്പഴായിരുന്നു കേക്ക്. അതെ, ഇപ്പൊ മാറി കഴിച്ചു. അതെ, വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. കണ്ടോ, തിളക്കാൻ തുടങ്ങിയില്ല. ഉപ്പും ഇത് ഇടണേ, ഉപ്പ് ഇടണം, കുരുമുളക് ഇടണം. തിളക്കാൻ തുടങ്ങിയില്ലേ ഉള്ളു. ഇത് നമുക്ക് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇത് ഒരു വിസിൽ കേൾപ്പിക്കാം. അങ്ങനെ റൈസ് ഇട്ടു, വെള്ളം തിളച്ചു, റൈസ് ഇട്ട് ഇനി നമ്മള് ചിക്കനകത്തിന് ഇത് നമ്മള് 1 കപ്പ് മതി. ഇത് മറ്റേതും കൂടെ കണക്കാക്കി എടുത്തോണ്ട് ഇച്ചിരി എടുത്തതാ. അപ്പൊ അത് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഒരു വിസിൽ കേൾപ്പിക്കാം. ഞാൻ വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞാണ് ഒരു 3/4% വേവിച്ച ചോറ് വെച്ചിട്ട് ഇങ്ങനെ ദമ്മടിക്കത്തില്ല, അതുപോലെ ചെയ്യുന്നത്. അപ്പം ഇതായിട്ടുണ്ട്. നമുക്ക് ചോറും കൂടെ വെന്ത് കഴിഞ്ഞിട്ട് ദമ്മിടുമ്പം ബാക്കി കാണാം. അപ്പം നമ്മൾ മന്തിയുടെ ചിക്കൻ വെച്ചിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, അല്ല എൻ്റെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു വിസിലടിച്ചു നമ്മൾ, പിന്നെ മറിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് 2 കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചി ഇവിടെ കഴിഞ്ഞു. ഒരെണ്ണം കൊണ്ട് ഒഴിച്ച് അത് സെറ്റായി. പിന്നെ ചേച്ചി ഇവിടെ സാലഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ്ലെസ് അല്ലല്ലോ, എഗ് അല്ല, ഇന്ന് എഗ് വെച്ച് അതെ എഗ് മയണൈസ് ഉണ്ടാക്കാൻ പോകുന്നു. പൊട്ടി പൊട്ടിക്കേണ്ട ആവശ്യം വന്നില്ല, അത്രയും മെനക്കേട് വന്നില്ല. പിന്നെ പെപ്സി വാങ്ങിച്ചിട്ടുണ്ട്, പെപ്സി വാങ്ങിച്ച് സാലഡുമായി, ഇനി മയണൈസുമായിട്ട്. പിന്നെ നമ്മൾ ഇതിന്ന് ദമ്മിടണം, ദമ്മെന്നാണോ പറയുന്നത് മന്തിക്ക്, എനിക്കറിയത്തില്ല. ഇച്ചിരി മഞ്ഞ വീണിട്ടുണ്ട്, കുഴപ്പമില്ല. വേണിട്ടെന്നെങ്കിൽ ഇട്ടോ, കുഴപ്പമില്ല. ഇടണോ? സാധാരണ വെള്ളം വെച്ചിട്ടുള്ളൂ. എന്നെങ്കിൽ മതി, വെള്ളം മതി. പാത്രം വേണോ? അപ്പം മയണൈസും കൂടെ സെറ്റാക്കിയിട്ട് ഇനി നമ്മൾ ദമ്മിടുമ്പോഴത്തേക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ റൈസ് സെറ്റാക്കിയിട്ടുണ്ട്, ചിക്കന് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിനി ദമ്മിടാൻ പോവാണ്. ദമ്മെന്നാണ് തോന്നുന്നത്, ദമ്മല്ലേ? ദം അല്ല, അപ്പം ദമ്മിടാൻ പോവാണ്. കുറച്ച് ഓയിൽ അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടേ. ഓയിലുണ്ടോ? അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കത്തില്ലേ. നമ്മൾ കുറച്ച് റൈസ് ഇടും. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേ, നമ്മളതിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഒഴിക്കും. പിന്നെ മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് അല്ല, അതിൽ ഓൾറെഡി നമ്മൾ കളർ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഈ ഒരു കളർ വരും. കണ്ടോ, നോക്ക് കണ്ടോ. പിന്നെ മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ട് അതും ഒഴിച്ചു. നമ്മളത് പച്ചമുളക് കുത്തി, അല്ല ഇത് ഓയില്, മറ്റേത് വെളിച്ചെണ്ണയല്ലേ, ഞാൻ അങ്ങനെയൊക്കെ പറയാം. പച്ചമുളക് കുത്തി സ്മോക്കിനുള്ള പാത്രം വെച്ച് സ്മോക്ക് എടുത്തിട്ടോ. പയ്യെ തെറച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, എണ്ണ ഒഴിക്കുമ്പോൾ നടക്കും, എന്നിട്ട് പുക വരും. എന്ത് ചെയ്യാൻ അടപ്പം തീ പറ. എന്നിട്ട് കത്തിച്ചോ.
എന്റെ പിന്നെ സൈഡിൽ കൂടെ പുക പോകുന്നു. ഇതിപ്പോ കിട്ടും. അടുത്തത് പിന്നെ സെറ്റായി. ഇനി നമ്മള് രണ്ടാമത്തെ വെക്കാം. രണ്ടാമത്തെ വെക്കണമെങ്കിൽ സ്മോക്ക് വെച്ച് കത്തി കഴിഞ്ഞിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സമയം സെയിം തന്നെ, ഒന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. അയ്യോ സമ്മതിക്കുന്നില്ല രണ്ട് തലകൾ. പൊക്കട്ടെ. ചൂടുണ്ട് ചൂടണ്ടേ? ചൂടുണ്ട്. പേപ്പർ കൊടിലോ ഒരു സ്പൂൺ തവി കഴുകി വെച്ചതാണ്. ഏതാ? അടിവെള്ളം ഉണ്ടോ? ഇല്ല ഒരുമാതിരി അടിക്ക് പിടിച്ചിട്ടില്ല. കൊച്ചുമോള് ഓരോ ദിവസം ഓരോ പദ്ധതിയാണ്. ഇന്നലെ കേക്ക്, അതിനു മുമ്പ് മറ്റേ ബ്യൂട്ടീഷ്യൻ, ഇപ്പൊ കുക്ക്. നീ ഇതിലൊന്ന് ഉറക്കോ? ഞാൻ കഴിവുള്ള നമ്മളെ ഒരു ചൂടോടെ കഴിക്കാം. തൊട്ടിപ്പുറത്തെ പാർലറുമായിട്ട് സലൂൺ, പാർലർ കണക്കുകൾ തന്നെ നോക്കിക്കോളൂ. കണക്കുകൾ തന്നെ നോക്കിക്കോളൂ. തനിക്കും പറ്റും, തനിക്കും പറ്റും. ഞാൻ HR, സോറി, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഞങ്ങള് ഇല്ല എന്നാ അടക്കട്ടെ, എന്നിട്ട് അവിടെ കൊണ്ട് വെക്കാം. അല്ലെങ്കിൽ ഇത് പോകത്തില്ല, ചൂട് പോകും. ഞങ്ങളുടെ മന്തി എല്ലാം ശരിയായി, എല്ലാം വന്നു. അമ്മ ഞങ്ങള് എല്ലാം സെറ്റാക്കി, മന്തി സെറ്റാക്കി, മൈനസ് സെറ്റാക്കി. അമ്മ വരെ ഇരുന്ന്. ഞാനിവിടെ ഇവിടെ ഒരാളോടുണ്ട്. ഈ ഇരിക്കുന്ന സീറ്റ് ഇപ്പോൾ ഫില്ലാകും. പുറത്ത് കോള് വന്നിട്ട് നടക്കുവാണ്. എപ്പോഴും കറക്റ്റ് സമയത്ത് പോകും. അതെല്ലാരും അങ്ങനെയല്ല. നമ്മളെല്ലാം വിളമ്പി വെച്ചാൽ മനുഷ്യരുടെ പോസ്റ്റ് വരെ ഇപ്പൊ ഒന്നും വരത്തില്ല. വിളിച്ചാൽ പറയാ ഫോൺ വിളിക്കല്ലേ, എന്തിനാ വരുന്നില്ല. വിളിക്ക് പോയി അച്ഛേ വരട്ടെ ഗൈസ്. തന്നെ നോക്കി ഞങ്ങള് 3 പേര് എന്നിട്ട് വന്നിട്ട് കഴിക്കാം. നിങ്ങൾ ആരും കഴിച്ചില്ലെന്ന്. അല്ല എടുത്തോ. എല്ലാവർക്കും ഇപ്പഴാ ചിക്കൻ കാണുന്നേ, ഇപ്പഴാ ഇങ്ങനെ കാണുന്നേ. അതൊക്കെ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയാലോ നമുക്ക് കുഴിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നത്തെ അല്ല, അത് രണ്ടായിട്ടില്ല. ഇത് തന്നെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. തനിക്ക് ഏത് വേണ്ട? എനിക്ക് എല്ലുള്ള പീസ് ഇതല്ല, രണ്ടിനും അല്ല. ചിക്കൻ 2 വിസിലായിരുന്നു. സാലഡ് എടുത്തില്ലേ? ഓടെ കൊച്ചേ. അല്ല, അച്ഛക്കത് മാത്രം പറ്റത്തുള്ളൂ. മയണൈസ് എങ്ങനെ? ഓക്കെ, അമ്മ കഴിക്കട്ടെ. അമ്മയുടെ റൈസ് എൻ്റെ അകത്തുണ്ടേ, നമുക്ക് പൊട്ടിക്കാം. മയോണൈസ് ഏത് വേണം? എനിക്ക് എല്ലുള്ളത് മതി. രണ്ടും അല്ല. വേണം. അത് ഞാൻ പിന്നെ തരാമേ. ഏതാ? പക്ഷെ അത്രയും കുറച്ച്. എനിക്ക് മയോണൈസ് ഉണ്ട്. ഇല്ല, ചിക്കനകത്തൊക്കെ കുറച്ചിട്ടില്ലേ? ഓൾറെഡി മാഗി ക്യൂബിന് ഉപ്പുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഞാൻ ആ മസാല, ഞാൻ പണ്ട് മസാല ഇടത്തില്ലായിരുന്നു. ഇപ്പൊ മസാല ഇട്ടത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടുതലാണോ? ഉപ്പ് കൂടുതലാ? ഓൾറെഡി വേവാണോ? അതാണ്. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. മയോണൈസ് ഒന്നും കൊടുക്കില്ല. അയ്യോ മയോണൈസ് മയോണൈസ് എടുത്തിട്ട് വേവാട്ടോ. വെന്തൊന്നും പോയിട്ടില്ല. അരി അമ്മയുടെ ദമ്മ് വെക്കുമ്പോ അരി എനിക്ക് അത്ര ഇതല്ല, വേവ് എനിക്ക് അത്ര സെറ്റ് അല്ല. അപ്പം അമ്മ വേവ് നോക്കി കറക്റ്റായിരുന്നു. ആ സ്മോക്ക് കൊടുത്തോണ്ടാ കേട്ടോ ടേസ്റ്റ് വന്നത്. മയോ വേണോ? തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, തന്റെ അക്കച്ചിന്റെയാ. അക്കത്തിന്റെ സാധനം അക്കത്തിന്റെ മയോ.
പെപ്സി വാങ്ങിച്ചോ? ആ പെപ്സി ഒരെണ്ണം വാങ്ങിച്ചു. നല്ല സെറ്റ് ആവും. മൊത്തത്തിൽ ഫീൽ കിട്ടണം. അതെ. കഴിച്ചു നോക്കിയേ. അല്ലേ കടയില് തന്നെ കടയിൽ നിന്ന് വാങ്ങിയ ടേസ്റ്റ് അല്ലേ? അല്ലേ കൊച്ചോളുണ്ടാകും. മുമ്പ് കൊച്ചോളം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ പാത്രത്തില് ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇനി കഴിച്ചു തീർക്കട്ടെ. ഇനി അടുത്ത പരീക്ഷണമായിട്ട് വീണ്ടും വരാം. ബൈ. ബൈ. ബൈ.